ഡ്രാക്കുള കുഞ്ഞോ? വിശക്കുന്നുണ്ടോ? അയ്യോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ മിക്ക ദിവസവും രാവിലെ എണീറ്റിട്ടാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിക്കുക. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ മധുരക്കിഴങ്ങുണ്ട്. പക്ഷേ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് അവിക്കുട്ടന് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പല വിധത്തിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടും അത് ജ്യൂസ് അടിച്ചിട്ടും ഒക്കെ കൊടുത്ത് നോക്കിയിട്ടും അവനത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ടൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ അങ്ങനെ മധുരക്കിഴങ്ങൊന്നും കിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ അവിടെ ഉണ്ട് മധുരക്കിഴങ്ങ്. അതും ഈജിപ്തത്തെ മധുരക്കിഴങ്ങാണ് കേട്ടോ. അഖിലേട്ടനാണ് ഈ സ്ഥലമൊക്കെ നോക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക. ഈജിപ്തത്തെ മധുരക്കിഴങ്ങാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാട്ടോ എടുത്ത്. പറഞ്ഞേ കറക്റ്റാണ്, നല്ല മധുരമുള്ള മധുരക്കിഴങ്ങാണ് കേട്ടോ. അപ്പം ഞാനത് നന്നായിട്ട് കഴുകി കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി കട്ട് ചെയ്ത് അതിൽ കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 4-5 വിസിലടിക്കണം. കുറച്ചധികം വേവുണ്ട്, അതുകൊണ്ട് ഞാനൊരു 4-5 വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അയ്യോ, നമ്മൾ രണ്ടാളും മാച്ചാണല്ലോ. ഇതേതാ കളറ്? ഇതേതാ കളറ്? ബ്ലാക്ക്. നമ്മൾ രണ്ടാളും ബ്ലാക്ക് ആണെന്ന്. പപ്പ വന്നാ ഞെട്ടിപ്പോവും. എന്താണ്? വെള്ളപ്പല്ല, നൂൽപ്പെട്ട്. നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ മതിയോ? എന്ത് 5 പറഞ്ഞതോ? 5 എന്താ പറഞ്ഞേ? നൂൽപുട്ടോ? നമുക്ക് കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോയും കൂടെ തരട്ടെ. അതെന്താ? അതാക്കണ്ട വിസില് വരുന്നേ. സ്വീറ്റ് പൊട്ടാറ്റോ വേവിക്കാൻ വെച്ചതാ. അത് തരായി. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാനോ? എവിടെ നോക്കേ? എവിടെ നോക്കേ? ഇൻസ്റ്റാഗ്രാമിലോ? ഇതിലൊന്നും നോക്കിയാ കിട്ടൂല നൂൽപ്പെട്ട് എങ്ങനെയാ ഉണ്ടാക്കുകയെന്ന്. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? നമുക്കറിയോ നൂൽപ്പെട്ട് ഉണ്ടാക്കാൻ? എന്റെ ചെടി നശിപ്പിക്കുകയോ? എന്റെ ചെടി ഇപ്പൊ നശിപ്പിക്കുകയോ? പ്രാണിയൊക്കെ ഉണ്ട്. അവി പോക്കിയതാ അല്ലേ? അമ്മ വിചാരിച്ച അവി അമ്മന്റെ ചെടിയൊക്കെ ഇപ്പൊ നശിപ്പിക്കുന്നു. എന്താണെന്നാ അവർക്ക് പറഞ്ഞെടുക്ക്. അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റൂല. വിശക്കുന്നുണ്ടോ? അയ്യോ, എന്തുണ്ട് ഇതേ? നമുക്ക് നൂൽപ്പെട്ട് ഉണ്ടാക്കാനാ. ഇവിടുന്ന് സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടാണ് നൂൽപ്പെട്ട് ഉണ്ടാക്കുന്നത്. ഉണ്ട്, അതൊക്കെ ഒരു ഐഡിയ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടാണ് ഈ പ്രാവശ്യം നൂൽപ്പെട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. മുമ്പ് യൂട്യൂബിലട്ടം കണ്ടിട്ടുള്ളൊരു റെസിപ്പിയാണ്, പക്ഷേ അടിപൊളി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, നൂൽപ്പെട്ട് അവിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നൂൽപ്പെട്ട് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിച്ചോളൂ. പിന്നെ അവന് വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ചൂടോടെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ തൊലി പൊളിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. അത് കണ്ടിട്ട് അവനാണെങ്കിൽ ഭയങ്കര സന്തോഷവും. നമുക്കിത് ഇങ്ങനെ ഉടയ്ക്കണം. കണ്ടോ? അവി ഉടക്കിയോ? എന്നാ ഉടച്ചോ. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഈ മധുരക്കിഴങ്ങിൻ്റെ 2 സൈഡിലുള്ള പീസ് എടുക്കണ്ട കേട്ടോ. കാരണം ആ ഒരു സൈഡിലുള്ള പീസിന് ഭയങ്കരമായിട്ട് നാരുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഈ നൂൽപ്പെട്ടിൻ്റെ അച്ചിലിട്ടുങ്ങാണ്ട് പിഴിയുന്ന സമയത്ത് നാര് കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ 2 സൈഡിലുള്ള പീസ് ഞാൻ എടുത്തിട്ടില്ല, നടുവിലുള്ള പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് അളവ് കാര്യമൊന്നുമില്ല. നമ്മൾ എത്രത്തോളം മധുരക്കിഴങ്ങ് എടുക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു പത്തിരിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ആക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ആക്കിയാൽ മതി. ഇവിടെ അവിക്കുട്ടന് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ നൂൽപുട്ടിൻ്റെ ഒക്കെ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. കണ്ടോ നമ്മുടെ കൈ പൊള്ളിയത്? ഓ, ഇനി വലിയ പണിയൊന്നുമില്ല, നമ്മൾ സാധാരണ നൂൽപ്പെട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ ഈ ഒരു നൂൽപ്പെട്ടിൻ്റെ ചില്ലുണ്ടല്ലോ, അത് ഏറ്റവും ചെറുതിടണ്ട, കുറച്ചും കൂടെ ഒരു വലിയ ഹോൾസ് വരുന്നത് ഇട്ടാൽ മതി കേട്ടോ, എന്നാലേ അത് കറക്റ്റായിട്ട് ശരിയാവുള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ ഒരു മധുരക്കിഴങ്ങിൽ കുറച്ചെങ്കിലും നാരുണ്ടാവും. അപ്പോൾ ആ നാര് ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയ ചില്ലല്ല, അതിനേക്കാളും അതിൻ്റെ തൊട്ട് മുകളിലുള്ള കുറച്ച് വലിപ്പമുള്ള ഹോൾസ് വരുന്ന ചില്ലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് നൂൽപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ മുന്നെയൊക്കെ സൗദിയിലേക്ക് വന്ന സമയത്ത് പുട്ടുകുറ്റി മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി, ദോശ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യം മോനുള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ നൂൽപ്പെട്ടിൻ്റെ അച്ചും പിന്നെ നമ്മളുടെ ഇഡ്ഡലി തട്ടും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പിന്നെ ഇതാ ഈ ഒരു ഇഡ്ഡലി തട്ടുണ്ടല്ലോ, നമുക്ക് കുക്കറിൽ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതും ഞാൻ മീഷോന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ 200 രൂപയിട്ടേ വന്നിട്ടുള്ളൂ. 3 പ്ലേറ്റ് വരുന്ന ഇഡ്ഡലി തട്ടാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിലത്തെ 2 തട്ടിലിതാ ഒരു തട്ടിൽ 4 വലിയ ഇഡ്ഡലി വീതം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 2 തട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും മുകളിൽ വരുന്ന 3ാമത്തെ തട്ടിൽ നമുക്ക് മിനി ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ കുറേ ഓൺലൈനിൽ തപ്പിയിട്ടുണ്ടായിരുന്നു വലിയ ഇഡ്ഡലിയും അതുപോലെ തന്നെ മിനി ഇഡ്ഡലിയും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള തട്ട് കിട്ടുമെന്ന്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ തപ്പിയിട്ട് ലാസ്റ്റ് എനിക്ക് മീഷോന്നാണ് കേട്ടോ ഈ ഒരു തട്ട് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ മിനി ഇഡ്ഡലീൻ്റെ പ്ലേറ്റ്. ഇതിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വലിയ ടൈപ്പ് നൂൽപ്പെട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് കുറേ നാളായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അടിപൊളിയാണ്. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവി കയറ്റാനുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിന് പകരം ഈ ഒരു തട്ടും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ളതാണ്. 3 ലിറ്ററൊക്കെ വരുന്ന ഏത് കുക്കറിലും നമുക്കിത് യൂസ് ചെയ്യും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ PGയുടെ ഈ ഒരു കുക്കറിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കഷ്ണം ആര് പോക്കി? അവിയാണേ? അവയ്ക്ക് നല്ല അടി തരട്ടെ? അതിൻ്റെ ഒക്കെ ഓരോ കഷ്ണം പോക്കണം അവിയാണെങ്കിൽ നല്ല അടി തരാ. കറി വെച്ച് തിന്ന് എന്താ സൈക്കോയോ? സങ്കടായി. എന്തിന് സോറി പറഞ്ഞ ഒരു ഉമ്മയൊക്കെ കൊണ്ടുവന്നാലേ നീ മുറുക്കിയോ എന്നെ? നീ മുറുക്കിയോ? എന്നാ ഒരു ഉമ്മയും കൂടെ ഉണ്ടോ? വെറുതെ വന്നതാ? അമ്മ പേടിച്ചു പോയി. ഒരു ഉമ്മയും കൂടെ കിട്ടിയില്ല. അങ്ങനെ പേടിക്കണ്ട അല്ലേ? ഇനി അധിക സമയം അവൻ്റെ കൂടെ ഇരുന്നാൽ ശരിയാവൂല. എപ്പോഴാ പണി കിട്ടുമെന്ന് പറയാൻ പറ്റൂല. ഈ വിശന്നാ ഞാൻ അല്ലാണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ് ആള്. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടെററായിരിക്കും. അപ്പം നോക്കിയപ്പോൾ അതാ നമ്മളുടെ നൂൽപ്പെട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് എടുക്കാം. പിന്നെ ഈ നൂൽപ്പെട്ടിൻ്റെ കൂടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടാനുള്ളൊരു വഴിയില്ല. ഒന്നാമത് നമ്മളിവിടെ തേങ്ങാപ്പൊടിയാണ് കറിക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത്. പിന്നെ ഈ ഒരു തേങ്ങാപ്പാൽ ടിന്നിലാക്കി വരുന്നതുണ്ട് കേട്ടോ. അതൊരു തവണ വാങ്ങിച്ചപ്പോൾ അതിന് പ്രത്യേക ഒരു കൊഴുപ്പ് പോലെയും ടേസ്റ്റിനും ഒക്കെ ഒരു വ്യത്യാസം. അതിൽ പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ടിന്നിൽ വരുന്നത് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു നൂൽപ്പെട്ടിൻ്റെ കൂടെ തേങ്ങാപ്പാലില്ലാണ്ട് ശരിയാവൂല എന്ന് തോന്നിയോണ്ട് ഞാൻ ആ ഒരു തേങ്ങാപ്പൊടിയിൽ തന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. നമ്മളെ വീട്ടിൽ നിന്നെങ്കിൽ നല്ല അടിപൊളി ഫ്രഷ് തേങ്ങ എടുക്കുക, എന്നിട്ട് അത് പൊട്ടിച്ചിങ്ങാണ്ട് ചിരകുക, എന്നിട്ട് അതിന്ന് നല്ല
പാലെടുത്തുങ്ങാണ്ട് അതിൽ കുറച്ച് പഞ്ചസാരയും ഇട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഇത് തിക്ക് പാലൊന്നല്ല കേട്ടോ. ഇത് നമ്മൾ ഡ്രൈ കോക്കനട്ട് അല്ലേ എടുത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് പാലേ കിട്ടുള്ളൂ. അത് മതി തൽക്കാലത്തേക്ക് അത് മതി. തേങ്ങാപ്പൊടിയിൽ ചൂടുവെള്ളം ഒഴിച്ച് അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുത്തതുകൊണ്ട് തന്നെ ഒട്ടും കട്ടില്ലാത്ത തേങ്ങാപ്പാലാണ് കേട്ടോ കിട്ടിയത്. നല്ല വെള്ളം പോലെയുള്ള തേങ്ങാപ്പാലാണ്. പിന്നെ ടേസ്റ്റിന് ഇതൊക്കെ മതി, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ടല്ലേ നൂൽപ്പുട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല. നൂൽപ്പുട്ടിന് തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഈ ഒരു നൂൽപ്പുട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. സൂപ്പറാ. കാര്യം കൊണ്ട് ഓർത്ത് വെച്ചോ. അല്ല സൂപ്പറാ അല്ലേ? സൂപ്പറാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ രണ്ട് സൈഡില് പല്ലോ ഇൻഷുറ ഡ്രാക്കുള കുഞ്ഞോ. സൂപ്പറാ അല്ലേ? അവൻ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ തിന്ന് കഴിയുന്നവരെ അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതാണിപ്പോൾ നിങ്ങൾ കേട്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയാ സൂപ്പറാന്നൊക്കെ. എന്തായാലും സാധാരണ നൂൽപ്പുട്ട് ഉണ്ടാക്കി കഴിക്കുന്ന പോലെയല്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇനി മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ അത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ അല്ലേ. നമ്മൾ രാവിലെ വെറുതെ ഈ അരിപ്പൊടി മാത്രം കൊടുക്കുന്നതിലും നല്ലത് അതിൽ കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽത്തി ആയി. അപ്പോൾ പൂച്ചമ്മ എന്ത് പറയോ? അപ്പൊ പൂച്ചമ്മ പറയൂ എന്റെ കുമ്പയിലൊക്കെ കുഞ്ഞുവാവകളുണ്ട്. കുഞ്ഞുവാവകൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കൊക്കെ വീടുണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ എന്റെ മക്കളെ നരി പിടിച്ചു പോകൂലേ? നരി പറഞ്ഞാലെന്താ? ഫോക്സ്. നരി പിടിച്ചു പോകൂലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫോക്സ് പിടിച്ചോ. അതുകൊണ്ട് എനിക്ക് വീടുണ്ടാക്കാൻ ഇജ്ജ് കുറച്ച് അടക്ക തരുമോ ചോദിച്ചു. അപ്പൊ അടക്കക്കാരെന്താ പറയാ? നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ ഞാൻ കുറച്ച് അടക്ക തരാ പറഞ്ഞെങ്ങാണ്ട് കുറച്ച് അടക്ക കൊടുക്കും. അത് കഴിഞ്ഞൊരു വെറ്റിലക്കാരൻ വരും. അപ്പൊ വെറ്റിലക്കാരൻ പൂച്ചമ്മനോട് ചോദിക്കും, എന്താ പൂച്ചമ്മേ ഇളമ്പുളിങ്ങിയും തിന്ന് ഇളവെയ്തും കൊണ്ട് ഇങ്ങനെ കിടക്കണേന്ന്. അപ്പൊ പൂച്ചമ്മ എന്ത് പറയൂ? ഈ പൂച്ചമ്മൻ്റെ കഥ ഓടാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേ ആയിട്ടോ. എൻ്റെ അമ്മമ്മ പറയുന്ന കഥയാണ്. അത് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാനും പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ ഭക്ഷണം തരാനും ഒക്കെ എൻ്റെ അമ്മമ്മ ഈ കഥയാണ് കേട്ടോ പറഞ്ഞു തരല്. അമ്മമ്മ തന്നെയാണ് മോനും ഈ കഥ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മടിക്കുമ്പം അവരെന്നെ പറയും അമ്മമ്മ പറയുന്ന പൂച്ചമ്മൻ്റെ കഥ വേണമെന്ന്. ഈ ഒരു കഥയൊന്നും അല്ല കേട്ടോ, എൻ്റെ അമ്മമ്മൻ്റെ അടുത്തൊരു 100 കഥകൾ സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷെ അത്രയൊന്നും എനിക്കറിയില്ല. അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു 3 or 4 കഥകൾ എനിക്കറിയാം. ബൈ ബൈ.